ഒരു ദിവസം രാത്രി ജിത്തുവിന്റെ വീട്ടിൽ കള്ളൻ കേറുന്നു. ആ കള്ളൻ ജിത്തുവിന്റെ റൂമിലേക്ക് വരുന്നു. ജിത്തുവിന്റെ അലമാരയിലിരുന്ന സാധനങ്ങൾ കട്ടുകൊണ്ടിരുന്നപ്പോൾ ജിത്തു അത് കണ്ടു. പക്ഷേ ജിത്തു ആ സമയത്ത് ജിത്തുവിന്റെ പ്രായത്തിലുള്ള ശക്തിയല്ലായിരുന്നു അവന്. ജിത്തു ആ കള്ളനെ വലിച്ചെറിഞ്ഞു. ജിത്തു തന്നെ അത്ഭുതപ്പെട്ടുപോയി, എന്താണിപ്പോൾ സംഭവിച്ചത് എന്ന്. ആ കള്ളനെ പിടിച്ചു തള്ളുന്ന സമയത്ത് അവന്റെ കയ്യിൽ മോതിരമുണ്ടായിരുന്നു. അവന് എന്തോ ഒരു അത്ഭുതം തോന്നി. ഈ മോതിരം സാധാ മോതിരമല്ലെന്ന് മനസ്സിലായി. അവൻ നോക്കിയപ്പോൾ ആ മോതിരത്തിൽ ചെറിയ പോറൽ സംഭവിച്ചു. അവൻ പതിയെ ആ മോതിരം തുടച്ചു. അപ്പോഴത്തേക്കും ആ റൂമിന്റെ അവസ്ഥ മാറി. ശക്തമായ കാറ്റും പ്രകാശവും അടിച്ച് മോതിരത്തിൽ നിന്നൊരു ഭൂതം വെളിയിൽ വന്നു. അവൻ ഭയന്നുപോയി. അവൻ ചോദിച്ചു, "നീ ആരാ? നീയാണോ ആ കള്ളനെ പിടിച്ചു തള്ളിയത്? നീ എന്തിനാ റൂമിലേക്ക് വന്നത്? നീ ഭൂതമാണോ?" അത് കേട്ടുകൊണ്ട് ഭൂതം പൊട്ടിച്ചിരിച്ചു. "എന്റെ പേര് ബൂബു. ഞാനൊരു ഭൂതമാണ്. ആ കള്ളനെ പിടിച്ചു തള്ളിയത് നിങ്ങളാണ്. ഞാൻ സഹായിച്ചെന്നേയുള്ളൂ. ഈ മോതിരം എത്ര കാലം നിങ്ങളെ കയ്യിലുണ്ടോ അത്ര കാലം ഞാനും നിങ്ങളോടൊപ്പം കാണും."